ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, എടാ പട്ടാളത്ത് പോയി പൊളിച്ച് അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് എന്റെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങടാ പറ്റി. അച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയും. മോനെ കീലേരി അച്ചു. എവിടെ എവിടെ എവിടെ? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങിപ്പാടായപ്പാ. നിക്കവിടെ. ഓടിക്കോ ഓടിക്കോ, കീലേരി കീലേരി. നീ എത്ര കാലം ഓടടാ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യല്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ സാറല്ലേ, സാറില്ലേ, ശരി സാറല്ലേ, വാതിലോർക്കടി. അച്ചോട്ടനാണ് കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാണ് തണ്ടി? ഞാൻ പറയടാ. ഞാൻ സരള എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല. എന്താടാ നിന്റെ ജോലി? ഞാൻ മാജിക്. മാജിക്കോ? നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കുടലെടുത്തളയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ടാസ്ക്. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തനെ കുത്തി ജയിലിൽ പോയതാ. കുറെ കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. നീ എന്താടാ ഇവിടെ? ഞാനിവിടെ കോടതിയിലെ ഒരു പ്രതിയുമായിട്ട് വന്നതാ. പ്രതി ഞാനാ, പെങ്കോട്ട തങ്കപ്പൻ. നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണടാ വിശേഷങ്ങൾ? നല്ല ആളാ. എന്റെ ഇളയമ്മയുടെ കുഞ്ഞിന്റെ കാതുകുത്തിന് ഞാൻ കത്തയച്ചിട്ട് നീ വന്നില്ല. റാസ്കൽ. കറക്റ്റ്. പ്രതികളുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട. എന്നാലും നീ കാതുകുത്തിന് വരാഞ്ഞെന്താ? ആ കുത്തിനേക്കാൾ വലിയ കുത്തും കൊലയും നടത്തിയ ഒരു യമകണ്ഠൻ പ്രതി പൂജപ്പുര ജയിലിൽ നിന്ന് മതില് ചാടി തന്നായിരുന്നു. നീ വായിച്ചു കാണും. പി കെ പാപ്പുക്കുട്ടി. ഞാൻ വായിച്ചില്ല. അതെന്ത്? നീ ഇപ്പൊ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഒന്നിനും ടൈമില്ല. ഓ, ആ മറ്റേ സംഭവം ഇങ്ങനെ ആയോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാർ ഒരു ചായ കുടിച്ചിട്ട് പോവാ. അതെ, ഞാനും വരാം. രാജേട്ടാ, ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അതെന്താ, നിങ്ങൾ ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എന്നാ പോലെ വീട്ടിലോട്ടൊന്നും വരാൻ സമയമില്ല. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അല്പനേരം സംസാരിച്ചിരിക്കാം. രാജേട്ടാ, ഇവരെ നോക്കിക്കോ. ഞാൻ ഇനി അധികം നാൾ കാക്കിയിട്ട് നടക്കില്ല. അതെന്താ, പോലീസിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ പോവാ? അതല്ല, ഈ കേരള പോലീസ് വേഷം എനിക്ക് മടുത്തു. CBI-കാരനെ നോട്ടോട്ടിരിക്കുക. അതേന്ന് പാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കാൻ അവർക്ക് എന്റെ സേവനം ആവശ്യമാണത്ര. അത് ശരി. ഈ തങ്കപ്പൻ പോക്കറ്റ് അടിക്കാരനായിരിക്കും അല്ലേ? പോക്കറ്റ് അടിയോ? തുക്കട പോക്കറ്റ് അടിക്കാരെ പിടിക്കാനൊന്നും ഞാൻ പോവില്ല. അത് വെറും തങ്കപ്പനും അല്ല. തോമസ്, ബൈജു, സെൽവമണി, തങ്കരാജ് തുടങ്ങിയ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഭീകരമായി കവർച്ച നടത്തുന്ന വേൾഡ് ക്രിമിനലാണ്. നമ്മുടെ എഴുമന്നൂർ അമ്പലമില്ലേ, അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ചവനല്ലേ? അതൊരു മാത്യു എന്നാണല്ലോ പത്രത്തിൽ വന്നിരുന്നത്. മാത്യു തങ്കപ്പൻ എന്നാണ് ഇവന്റെ ഫുൾ നെയിം. അന്നാണ് ഇവൻ ആദ്യമായി പോലീസ് കെണിയിൽ വീഴുന്നത്. ആ ഓപ്പറേഷനും എന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു. പിടിച്ച പോലീസുകാരുടെ ഫോട്ടോ വന്നപ്പോ നിന്നെ അതിൽ കണ്ടില്ലല്ലോ. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ 10 കിലോ ഹാഷിഷുമായി കേരളത്തിൽ മുങ്ങിയ കിഴയക്കാരൻ കിം ലൂച്ചയെ കീഴടക്കാൻ വേണ്ടി ഞാൻ നടത്തിയ പരാക്രമ കഥ അടുത്ത് തന്നെ സിനിമയാവാൻ പോവാണ്. എന്റെ മറ്റേ കഥ അറിയാലോ? ഏത് കഥ? ഭർത്താവിനെ തല്ലിക്കൊന്ന് അടുക്കളയിൽ കുഴിച്ചു മൂടി കാമുകനോടൊപ്പം ഒളിച്ചോടിയ നീലേശ്വരം ഓമന കേസ്. അതിനും തുമ്പുണ്ടാക്കിയത് ഞാനാ. അതെന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. ഈ മനഃശാസ്ത്രമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? അത് പൊറോട്ട കഴിച്ചിട്ട് പറയാം. ഓടിക്കളഞ്ഞു. നമുക്ക് പിന്നെ കാണാം. ഭഗവാനെ വിലങ്ങും കൊണ്ടാ പോയിരിക്കണം. അതിനി ഞാൻ സമാധാനം പറയണം.
ദാ നിൽക്കുന്നു അമ്മാവൻ. മോനെ, മരുമോനെ, എന്റെ പൊന്നുമോനെ. ഇവനാള് മെലിഞ്ഞു പോയല്ലോ. ഇവനാകെ അമ്പരം നിൽക്കുക. ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലയില് കുഞ്ഞനാട് കട വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്തു. ഓ, യാത്ര ചെയ്ത് വലഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക്സ്, താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. ഓ, താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ, പിന്നെ ടാക്സിന്റെ കാശൊക്കെ കൊടുത്തിട്ടോ. ഓക്കെ, സമാധാനായി. നീ പൊട്ടി ബാഗൊക്കെ ഒന്ന് എടുത്താട്ടെ. പിടിച്ചോ. വാ. ഡോക്ടർ പശുപതി. ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവാ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടം വെക്കാനെ നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന് വരവ്? അതെ, കണ്ണൂരിന്ന്. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴുമരത്തുമ്പോ കെട്ടി ഞാൻ ചത്തിട്ടുണ്ട് എഴുന്നില്ലേ പോരായിരുന്നോ? അതേടാ, കട്ടും മോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പൊ എനിക്കൊരു മൂടുറച്ചു നായപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. ഓ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പിയോടൊപ്പം വേലായുധൻ. നിനക്ക് പോവാ. എടാ ഭൈരവ, പേട്ടു വേലായുധ, ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക, നിന്റെ അമ്മാവനായിട്ട്. അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? ഡേ, മര്യാദക്കൊണ്ട് പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുത്തു. എന്താണ്? വേണ്ട ഭൈരവ, വേണ്ട, അടങ്ങിക്കോ. മുട്ടും കാലം അടക്കിയാൻ ഇടിക്കും. നിന്റെ ശരീരം കേടി വരും. എന്താ അമ്മാവനും മരുമോനും കൂടു വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടി ചെറുപ്പാണ്. നമ്മളിപ്പോഴും ചെറുപ്പാണെന്ന് അവരൊക്കെ വിചാരേ. അല്ല, ആ പാള മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ, സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ട് നാളുനാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ. തിരിക്കായി ഇല്ലേ അമ്മാവ? മടക്കയാത്ര ഉടനെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചിട്ട് പോയാ പോരെ? ഏയ് പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതായി ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കുണ്ട്. സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, വല്ലതൊക്കെ സംസാരിച്ചിരിക്കാം. ഞാൻ ഒരു ദിവസം എടുത്തോണ്ട് വരാം. ആട്ടെ. ഓക്കെ. പട്ടി നാളെ ഞാൻ ഉണ്ടാവില്ല, പഞ്ചായത്ത് മീറ്റിംഗാ. മറ്റന്നാളോ അതിന്റെ പിറ്റേന്നാളോ വഴി സംശയമുണ്ട് ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്നത് അവിടെ. ആ പിന്നെ ഇപ്പൊ വേണ്ട. ശരി. നീ വൈരവാ. നീ നിന്റെ പിള്ളേരെ ശരിക്ക് തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും. തീർച്ചയായും. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന് അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു, എന്റെ ഗുരു. കടലിൽ കൊള്ളയടിക്കാനുള്ള എന്താ ഉപ്പോ? എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടിരിക്കുന്നത്. ഒന്ന് മിണ്ടാതിച്ചോ. എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. അന്ന് കിണ്ടല് കണക്കിന് സ്വർണ്ണം ഇവിടുന്ന് അങ്ങട്ട്, വെള്ളി അവിടുന്ന് ഇങ്ങോട്ട്, പെട്രോൾ ഇവിടുന്ന് അങ്ങട്ട്, എണ്ണ അവിടുന്ന് ഇങ്ങോട്ട്. ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽ കൊള്ളക്കാർ 1000കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. ഗുരുവേ, യവന്മാർക്ക് വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം.
കുറച്ച് ദിവസം അവിടെ എന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ ടൈമില്ല, പരോളിലാണെങ്കിലും ട്രൈ ചെയ്യാം. എന്താ മാഷേ പ്രോബ്ലം? നോ പ്രോബ്ലം. ഇന്ന് വരെ മാത്സിൽ മമ്മൂട്ടി മാഷക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഡൗട്ട്സ്. പിന്നെ മറ്റൊരു കാര്യം, എന്താ പറയൂ? ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട്. നിനക്കൊക്കെ സംഗീതത്തെ പറ്റി വല്ല വിവരമുണ്ടോ? നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിങ്ങൾ ഈ ഗോവിന്ദമാരാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗോവിന്ദമാരാർ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് സാർ താമസം. അതുപോലെ ചെണ്ടക്കാരുമായിരിക്കും. ഞാൻ ചോദിച്ചത് അതല്ല, ഷട്കാല ഗോവിന്ദമാരാരെ പറ്റിയാണ്. സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതിൽ നിന്നും എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയാ. 6 കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷട്കാല ഗോവിന്ദമാരാർ എന്ന പേര് ലഭിച്ചത് തന്നെ. മനസ്സിലായോ? നമ്മളിപ്പോ ജന്തുശാസ്ത്രമല്ലേ സാർ പഠിക്കുന്നേ? നിന്നെപ്പോൾ ജന്തുക്കൾക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എടാ, സംഗീതം ഒരു മഹാസാഗരമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ്. എന്താ മാഷേ, പെണ്ണ് കാണാൻ പോണ്ടോ? ഇപ്പോഴേ മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ നസ്രാണി മലയാള മാഷ. അയാൾ അച്ഛൻ കെട്ടി തൂങ്ങിച്ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തേ പോരണോ? ഇയാള് വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ബെല്ലടിച്ചു പോയൻ. മാഷേ, എനിക്ക് ഒരെണ്ണം കൊണ്ട് തരുമോ? അനക്ക് വേണേ എന്നോട് ചോദിച്ചൂടെ, ഞാൻ കൊണ്ടു തരില്ലേ? ഇയാളിപ്പോ എന്താ കൊണ്ടുകൊടുക്കാൻ പോണത്? ആ കുട്ടി എന്താ ചോദിച്ചാൽ അത്. ആ കുട്ടി എന്താ ചോദിച്ചാ പറ. ഇയാളെന്തിനാ വെറുതെ വേളം കൊണ്ട്? കുട്ടിക്ക് എന്താ വേണ്ടത് എന്നോട് പറയും. എത്ര വേണേ ഞാൻ തരാം. കല്യാണപ്പൂ. എന്താ മാഷേ? കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗഗന്ധിക പൂ. മാഷേ, എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണമെങ്കിൽ 1 2 ചാക്കി അങ്ങോട്ട് തരാം. കല്യാണ പൂവാ? ആ താൻ കൊണ്ടുവന്ന് കൊടുക്കുവോ? ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ശീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതിൽ കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേതാ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാം. കുറെ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം. എനിക്ക് കല്യാണ സൗഗന്ധിക പൂവാ ഇഷ്ടം.
സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പോരെ സൗഗന്ധിക പൂവ് ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലല്ലേ നിങ്ങൾ പോയി അവിടുന്ന്. എടാ അമ്പുചാച്ചാ ഇമാറെ കൊല വെട്ടിരണ്ട് ഓരോന്നോരോന്നിട്ട് അല്ലെങ്കിലേ നഷ്ടക്കച്ചവടത്തിലാ. ഉണങ്ങിയ ഓലയും മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മുതലാളി. നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന്? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. നീ ഇങ്ങോട്ടാ, നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം അയമുട്ടിക്ക് പിന്നാമ്പുറത്തൂടെ വരുന്നുണ്ടെന്ന്. അടുത്ത് പോ ചെല്. എടാ അമ്പുചാച്ചാ ഇന്ന് ആരും ചോദിച്ചാ ഞാൻ കുഞ്ഞിരാമനായ തൊടിയിൽ നിന്ന് വന്നേക്കണം കേട്ടോ. എന്റെ ദൈവമേ എന്റെ ചീട്ട് കീറിയനെ. തേങ്ങ തേങ്ങ കൊച്ചേ ആ തേങ്ങാക്കോയ പോയോ? അയമുട്ടിക്കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ? മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പിൽ തേങ്ങ പറിക്കാൻ പോയി. എന്റെ ദൈവമേ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും. ഇതും കൂടെ എടുത്തു. തേങ്ങയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാ വെച്ചേ. അയമുട്ടിക്ക് എങ്ങോട്ടാ? ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരെ എന്റെ സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരണോ? ഒരു ആവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. പോയാ തേങ്ങ നിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു അത്യാവശ്യമില്ല. എന്നാ എനിക്കുണ്ടോ? പോയല്ലേ? വിട്ടോ വിട്ടോ. എടോ ഇങ്ങോട്ട് പാടോ. എടോ വെള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ? ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ ദൈവമേ. എടോ കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണു കൂളില്ലാത്ത എടോ എന്നെ രക്ഷിക്കണോ? എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട. വെള്ളത്തിന് നല്ല ടേസ്റ്റാ. കുടിച്ചോ ഇഷ്ടംപോലെ കുടിച്ചോ. എടോ ഒരു അത്യാവശ്യ കാര്യം നമുക്ക് പെണ്ണാലോചിച്ച് വരാന്ന് വിചാരിക്കും. രക്ഷിക്കണോ എന്നെ? കിട്ടി. ഓടിവായോ രക്ഷിച്ചോ. പോടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ഞാൻ പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട് അതൊരു വീട് ശരിയായി സാർ. അയ്യേ വാളിൽ കുറ്റിട്ടോണ്ട് വേണ്ടേ സാർ? ബെല്ലടിച്ചിട്ടുണ്ട് അകത്ത് വരാൻ. ബെല്ല് കൊണ്ടുവന്നില്ല. അതൊക്കെ പിടിച്ചു പോക്ക്. ഊര തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ അലവലാതിയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുകയും ചെയ്തു. അടി എനിക്കും വീട് സാറിന്. പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് 2 ഡൈവേഴ്സ് കേസ് ഉള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റില്ല. സാറിനെ കൊണ്ടുപോകാൻ ഒരു പാല് വണ്ടി വരും. പാലും വണ്ടി? അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അതും ആറ്റിലെ അഴുക്ക് വെള്ളം. 10 രൂപ കോട്ടും സൂട്ടും വിട്ട് 10 പൈസ ഇല്ലാതെ എന്തിനാ ഇവനൊക്കെ വൃത്തിയായിട്ട് ലാഡ്ജിൽ താമസിക്കുന്നത്? നക്കി നായ. ആരാ നക്കി? നിന്റെ തന്ത.